കൂട്ടുകാരെ, സുഖമാണോ? വീടുകളിൽ എല്ലാവരും സുരക്ഷിതരായും സുഖമായും കഴിയുകയല്ലേ? COVID-19 എന്ന മഹാമാരിയെ നാം നേരിട്ടും അതിജീവിച്ചും കൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകളായി നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളോടൊത്ത് സ്നേഹം പങ്കുവെച്ച് കഴിയുകയാണ്. ഈ കാലയളവിൽ നമ്മുടെ ചുറ്റുപാടിനോടുള്ള നമ്മുടെ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടല്ലേ? നമുക്കിഷ്ടമുള്ള ജീവികളെ നാം വീട്ടിൽ വളർത്താനും തുടങ്ങിയില്ലേ? സ്നേഹത്തെക്കുറിച്ച് നമുക്കൊരു കഥ കേട്ടാലോ? നിങ്ങൾക്ക് കഥ ഇഷ്ടമല്ലേ? ഇത് വെറുമൊരു കഥയല്ല കേട്ടോ, ഒരു സംഭവ കഥയാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. പ്രകാശം പരത്തുന്ന 3 പെൺകുട്ടികൾ, എൽസ, സാറ, മറിയം. അവരുടെ അമ്മ എലിസബത്ത്. എലിസബത്തിന് സ്തനാർബുദമായിരുന്നു. രോഗം ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അമ്മയുടെ കണ്ണീര് കാണാൻ ഈ പെൺമക്കൾ തുനിഞ്ഞില്ല. അമ്മയുടെ കണ്ണീരകറ്റി അമ്മയെ സന്തോഷിപ്പിച്ച് ഇവർ കൂട്ടുനിന്നു. എലിസബത്ത് ക്യാൻസറിനെ അതിജീവിക്കുകയാണ് 3 പെൺമക്കളുടെ പിൻബലത്തിൽ. ആ കഥയാണ്, അവരുടെ ജീവിതമാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. എൽസയും സാറയും മറിയയും അമ്മയുടെ സ്തനാർബുദത്തെ തോൽപ്പിക്കാൻ, അമ്മയുടെ സങ്കടം മാറ്റാൻ, മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ അമ്മയ്ക്കൊപ്പം നിൽക്കുകയാണ്. ചികിത്സയ്ക്കിടയിൽ കൊഴിഞ്ഞുപോയ അമ്മയുടെ മുടി കണ്ട് ഇവർക്ക് ആദ്യം സങ്കടം വന്നു. പിന്നെ തമാശകൾ പറഞ്ഞും അമ്മയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തും അവർ ആ സങ്കടക്കടൽ നീന്തിക്കടന്നു. അമ്മയോട് ചേർന്നിരിക്കാൻ 6 മാസത്തോളം കെഞ്ചിയ ശേഷം ഇളയവൾ 7 വയസ്സ് മാത്രമുള്ള മറിയ തന്റെ തല മുണ്ടനം ചെയ്തു. എനിക്ക് ബാഡായിട്ട് ഫീൽ ചെയ്യുന്നു. അമ്മയ്ക്ക് മുടിയില്ല, അമ്മയ്ക്ക് അറിയായിരുന്നു. അപ്പോൾ സ്തനാർബുദത്തെ പ്രതിരോധിക്കാനും നേരത്തെ കണ്ടെത്താനും ഇന്ത്യയിലും UAE-ലുമായി പ്രവർത്തിക്കുന്ന പ്രൊട്ടക്ട് യുവർ മാം എന്ന പ്രചാരണത്തിൽ എൽസ പങ്കെടുത്തിരുന്നു. അവിടെ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് മൂത്തവളായ എൽസയാണ് അമ്മയെ മാമോഗ്രാം പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. ചികിത്സയ്ക്കും മരുന്നിനുമപ്പുറം കുടുംബം, കുട്ടികൾ എന്നിവർ നൽകുന്ന പിന്തുണയും സ്നേഹവുമാണ് വേദനകൾക്കിടയിൽ തന്നെ ചിരിപ്പിക്കുന്നതെന്ന് അമ്മ എലിസബത്ത് പറയുന്നു. ഭർത്താവ് എബ്രഹാമും ഭാര്യയോട് ചേർന്നു നിൽക്കാൻ തല മുണ്ടനം ചെയ്തിരുന്നു. കഥ ഇഷ്ടമായോ? എന്തു തോന്നുന്നു? ഇത്തരം അനുഭവങ്ങൾ, സംഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സഹജീവി സ്നേഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ കഥ അല്ലേ? ഇതുപോലുള്ള സ്നേഹത്തിൻ്റെ സൗന്ദര്യം വെളിപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥ നമ്മുടെ പാഠഭാഗത്തുണ്ട്. കുട്ടൻ്റെയും ലൈലയുടെയും കഥ. സ്നേഹത്തിന് ചുറ്റുപാടുകളെ സുന്ദരമാക്കാൻ കഴിയും എന്ന് ഗുരു നിത്യചൈതന്യയതി ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. നമുക്കൊന്ന് വായിച്ചാലോ? എല്ലാവരും ശ്രദ്ധിച്ചു വായിച്ചോളൂ.
കഥ എല്ലാവരും വായിച്ചോ? വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ? മിടുക്കർ. ശരി, എങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ, ഉത്തരം പറയാമോ? നമ്മുടെ ഈ കഥയുടെ പേരെന്താണ്? പറയൂ. സ്നേഹം താൻ ശക്തി. അതെ, ശരിയാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കുട്ടൻ, ലൈല, മൈന. ഇനി പറയാമോ, മൈനയെ കണ്ടപ്പോൾ കുട്ടൻ എന്താണ് ചെയ്തത്? പറഞ്ഞു നോക്കൂ. കുട്ടൻ പതുക്കെ അടുത്തു ചെന്ന് അതിനെ കയ്യിലെടുക്കാൻ നോക്കി. ഇനി അടുത്ത ചോദ്യം ചോദിക്കട്ടെ. മൈന മാവിൻ കൊമ്പിലിരുന്ന് പാടിയപ്പോൾ എന്തു മാറ്റമാണ് ഉണ്ടായത്? പറയൂ. എന്താ? ഓർക്കുന്നില്ലേ? ഒന്നുകൂടി വായിച്ചു നോക്കിയാലോ? ശരി, നമുക്ക് പാഠഭാഗം ഒന്നുകൂടി വായിക്കാം. എല്ലാവരും പുസ്തകം എടുത്തോളൂ. ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. ടീച്ചർ വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങളും വായിക്കണം. സ്നേഹം താൻ ശക്തി. കുട്ടന് 8 വയസ്സ്, ലൈലയ്ക്ക് 6 വയസ്സ്. സ്കൂൾ ഇനി കുറേ ദിവസത്തേക്ക് തുറക്കുകയില്ല. അതുകൊണ്ട് കളിക്കുകയാണ് മുറ്റത്ത്. വെയിൽ പോയി തുടങ്ങി. അവർ തുള്ളിച്ചാടി കളിച്ചു നടക്കുന്നതിനിടയ്ക്ക് ഒരു മൈന വന്നിരുന്നു. ഒരിക്കലും ഒരു പക്ഷി പേടിയില്ലാതെ ഇത്ര അടുത്ത് വന്നിരിക്കുന്നത് കുട്ടൻ കണ്ടിട്ടില്ല. അവന് തോന്നി പതുക്കെ അടുത്തു ചെന്നാൽ അതിനെ കയ്യിലെടുക്കാമെന്ന്. എന്നാൽ ആ മൈന ഒരു സൂത്രക്കാരനായിരുന്നു. കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മനുഷ്യർ ചിരിക്കുന്ന സ്വരത്തിൽ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് മുറ്റത്തിൻ്റെ വടക്കേ അരികിൽ നിന്നിരുന്ന മാവിൻ്റെ കൊമ്പത്ത് പറന്നുപറ്റി. അത് കണ്ട് കുറച്ചു ക്ഷുഭിതനായി കുട്ടൻ മുറിയിലേക്ക് ഓടിപ്പോയി. മടങ്ങി വന്നത് തൻ്റെ പ്രിയപ്പെട്ട തെറ്റാലിയുമായിട്ടാണ്. അതിലൊരു ചെറിയ കല്ലെടുത്ത് വെച്ച് മൈനയുടെ നേർക്ക് ലാക്ക് നോക്കുന്നത് കണ്ട് ലൈല പറഞ്ഞു, ചേട്ടാ, പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിൻ്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി. ആ പാട്ടിൻ്റെ മാധുര്യം അസാധാരണമായിരുന്നു. അതിൻ്റെ അനുബന്ധം പോലെ ലൈല പറഞ്ഞു, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നല്ലേ ഇന്നലെ രാത്രി അമ്മ നമ്മോട് പറഞ്ഞത്? എറുമ്പാണെങ്കിൽ കടിക്കുകയെങ്കിലും ചെയ്യും. കേൾക്കൂ ആ മൈനയുടെ പാട്ട്. എനിക്കതിനൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. എന്തോ അബദ്ധം ചെയ്യുവാൻ തുടങ്ങിയവനെ പോലെ കുട്ടൻ അവൻ്റെ കയ്യിലിരുന്ന തെറ്റാലിയും കല്ലും തറയിലിട്ടു. പിന്നെ നടന്നത് ഒരു വലിയ അത്ഭുതമാണ്. മധുരമായി പാടിക്കൊണ്ട് മൈന മാവിൻ്റെ കൊമ്പിലിരിക്കുമ്പോൾ അതിലുണങ്ങിയും മുരടിച്ചും നിന്ന ഇലകളെല്ലാം പൊഴിഞ്ഞ് താഴെ വീണു. അതിനു പകരം പട്ടുപോലെ മൃദുലമായ തളിരിലകൾ ആ കൊമ്പിലാകെ വന്നു നിറഞ്ഞു. മൈന ഓരോ കൊമ്പിലും മാറി മാറിയിരുന്നു. ഉണങ്ങി മുരടിച്ച് വൃദ്ധയെപ്പോലെ നിന്ന ആ മാവ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിറയെ മാവില കൊണ്ട് പൊതിഞ്ഞു. എന്നു മാത്രമല്ല, കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കുലകളും കാണാനായി. ലൈല പറഞ്ഞു, ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല. നോക്കൂ, ക്രിസ്റ്റീനയുടെയും റഹ്മാന്റെയും വീട്ടുമുറ്റത്ത് എത്ര മാതിരി പഴച്ചെടികളും പൂച്ചെടികളുമാണുള്ളത്. നമുക്കാകെയുള്ളത് ഈ മാവാണ്. അതോ ഉണങ്ങി ഇലയെല്ലാം കുരുണിപ്പോയത്. ഈ മൈന വന്ന് പാട്ടുപാടി ആ മരത്തെ പുതിയതാക്കിയിരിക്കുന്നു. നമുക്കും ഇങ്ങനെ പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈന മനുഷ്യ ശബ്ദത്തിൽ ഒരു പാട്ടുകൂടി പാടി. സ്നേഹത്തിൽ നിന്നൊധിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം തൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. മൈന ഇങ്ങനെ വീണ്ടും വീണ്ടും പാടുന്നത് കേട്ടപ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ മുറ്റത്തും പുരയിടത്തിലും അവർ എവിടെ നിന്നെല്ലാം ഇത് പാടിയോ അവിടെ നിന്നെല്ലാം ഒരു മായാവിദ്യയിൽ എന്ന പോലെ നല്ല ശോഭയും മണവും തേനുമുള്ള പൂക്കൾ ഉതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു.
ആ നാടു തന്നെ പാട്ടുകേട്ട് കുളിർത്തതുപോലെ വസന്തത്തിൽ എന്നതുപോലെ അതീവ സുന്ദരമായി തീർന്നു. പാഠം ശ്രദ്ധിച്ച് വായിച്ചില്ലേ? എല്ലാവരും വായിച്ചിട്ടുണ്ട്. നിങ്ങൾ മിടുക്കരാണ് കേട്ടോ. ഇനി നമുക്ക് മുമ്പത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയാലോ? ശരി. മൈന പാടിയപ്പോൾ ആ മാവിൻ കൊമ്പിൽ എന്തു മാറ്റമാണുണ്ടായത്? പറയൂ, ഒന്നുകൂടി പറയൂ. അതെ, അതിൽ ഉണങ്ങിയും മുരടിച്ചു നിന്ന ഇലകളെല്ലാം കൊഴിഞ്ഞ് താഴെ വീണു. പകരം പട്ടുപോലെ മൃദുലമായ ഇലകൾ ആ മാവിലാകെ നിറഞ്ഞു. ശരിയാണല്ലേ? ഇനി അടുത്ത ചോദ്യം. കുട്ടൻ ശുഭിതനായത് എന്തുകൊണ്ടാണ്? ഓർത്തു നോക്കൂ, വായിച്ചത് ഓർത്തു നോക്കി പറയൂ. അതെ, കുട്ടൻ തൊട്ടു തൊട്ടില്ല എന്ന് വന്നപ്പോൾ മൈന ഒച്ചയുണ്ടാക്കിക്കൊണ്ട് പറന്നുപോയി. ഇത് കണ്ടപ്പോൾ കുട്ടൻ ശുഭിതനായി. കുട്ടനും ലൈലയ്ക്കും അമ്മ പകർന്നു കൊടുത്ത പാഠം എന്തായിരുന്നു? ഒരു പീഡയെറുമ്പിനും വരുത്തരുത്. ശരിയല്ലേ? അതെ. ഈ വാക്യം ഒരു മഹത് വ്യക്തിയുടേതാണ്. അദ്ദേഹം ആരാണെന്ന് അറിയാമോ? ഇല്ല അല്ലേ? എങ്കിൽ ടീച്ചർ പറഞ്ഞു തരാം. ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണിത്. ആരാണ് അദ്ദേഹം? അറിയില്ല? എങ്കിൽ സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ. ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന മഹത്തായ ആശയം ലോകത്തിന് നൽകിയ മഹാനാണ് ശ്രീനാരായണ ഗുരു. തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി ഗ്രാമത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ഗുരു ജനിച്ചത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന വലിയ സന്ദേശം അദ്ദേഹം നൽകി. വിദ്യ കൊണ്ട് സമ്പന്നരാവുക, അറിവാണ് ആയുധം എന്ന് ഗുരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി. ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരിൽ പ്രധാനിയായിരുന്നു ഈ കഥയെഴുതിയ ഗുരു നിത്യചൈതന്യ യതി. സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയും ആശയങ്ങളും നമുക്ക് നൽകിയ മഹാനാണ് ശ്രീനാരായണ ഗുരു. നാം നിസ്സാരമായി കാണുന്ന ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കരുത്, അതിനെ സ്നേഹിക്കണമെന്നാണ് ഗുരു നമ്മോട് പറയുന്നത്. കൂട്ടുകാരെ, കുട്ടനും ലൈലിയും അല്ലാതെ ഇതിൽ മറ്റൊരു പ്രധാന കഥാപാത്രമുണ്ട്. ആരാണത്? ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, മൈന. ഉച്ചത്തിൽ പറയൂ. അതെ, മൈന. നിങ്ങൾ മൈനയെ കണ്ടിട്ടുണ്ടോ? ഇഷ്ടമാണോ? പ്രകൃതിയുടെ സൗന്ദര്യധാമങ്ങളാണ് പക്ഷികൾ. അവരെ ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? ഈ കഥയിലെ മൈനയെക്കുറിച്ച് ലൈലി എന്താണ് പറയുന്നത്? പുസ്തകം ഒന്നുകൂടി വായിച്ചു നോക്കൂ. അതെ ചേട്ടാ, ഇത് വെറും ഒരു മൈനയല്ല, ഒരു അത്ഭുത മൈനയാണ് അത്, അല്ലേ? എന്തുകൊണ്ടാണ് ലൈലി അങ്ങനെ പറഞ്ഞത്? മൈന മനുഷ്യ ശബ്ദത്തിൽ പാട്ടുപാടി. സാധാരണ മൈനകൾ പാട്ടുപാടുമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുയിലിൻ്റെ പാട്ട് കേട്ടിട്ടുണ്ടല്ലേ? എല്ലാവരും കേട്ടിട്ടില്ലേ? മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് ഈ മൈനയ്ക്കുള്ളത്? മൈന പാട്ടുപാടിക്കൊണ്ട് മാവിൻ്റെ കൊമ്പിലിരുന്നപ്പോൾ അവിടെയെല്ലാം പൂക്കളും ഇലകളും നിറഞ്ഞു സുന്ദരമായി തീർന്നു. അത്ഭുതം തന്നെയല്ലേ? ഇത് കണ്ടപ്പോൾ കുട്ടനും ലൈലയ്ക്കും സന്തോഷമായി. ഇത് കേട്ടപ്പോൾ നമുക്കും സന്തോഷമായില്ലേ? കുട്ടനും ലൈലയും മൈനയുടെ പാട്ട് ഏറ്റുപാടി അവിടെയെല്ലാം നടന്നു. മുറ്റത്തും പുരയിടത്തുമെല്ലാം അവർ പോയി. ആ പാട്ട് പാടിക്കൊണ്ട് അവർ എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം നല്ല ശോഭയും മണവും തേനും ഉള്ള പൂക്കൾ ഉതിർത്തുകൊണ്ട് ഓരോ ചെടി പ്രത്യക്ഷപ്പെട്ടു. ആ നാടു തന്നെ വസന്തകാലത്തിൽ എന്നതുപോലെ സുന്ദരമായി തീർന്നു. മക്കളെ, ഈ കഥയിലെ രഹസ്യം എന്താണെന്ന് മനസ്സിലായോ? എന്താണെന്ന് പറയാമോ? അതെ, സ്നേഹത്തിൻ്റെ ഗീതം
മൈനയും കുട്ടികളും ഏറ്റുപാടിയപ്പോൾ ആ വീടും നാടുമൊക്കെ സുന്ദരമായി. അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു അല്ലേ? ഇതുപോലെ നമുക്കും സാധിക്കുമോ? അത് നമുക്കും സാധിക്കും. എല്ലാവരെയും സ്നേഹിച്ച് ഈ ലോകത്തെ, നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് സുന്ദരമാക്കിയാലോ? ചെയ്യാമല്ലേ? എല്ലാവരും തയ്യാറല്ലേ? നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ളവരെ സ്നേഹിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. കുട്ടനോടും ലൈലയോടും ചേർന്ന് ആ സ്നേഹഗീതം നമുക്കും പാടിയാലോ? നിങ്ങൾ തയ്യാറാണോ? എല്ലാവരും പാടണേ. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹം താൻ ശക്തി ജഗത്തിൽ, സ്വയം സ്നേഹം താൻ ആനന്ദമാർക്കും. സ്നേഹം തൻ ജീവിതം ശ്രീമൻ, സ്നേഹവ്യാഹതി തന്നെ മരണം. ഈ കവിതയുടെ ആശയം പറയാമോ? ഈ ലോകമുണ്ടായത് അല്ലെങ്കിൽ ഉദിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്. ഈ ലോകത്തിൻ്റെ അഭിവൃദ്ധിയും സ്നേഹത്തിൽ നിന്ന് തന്നെയാണ്. ഈ ജഗത്തിൽ, അതായത് ഈ ലോകത്തിൽ സ്നേഹമാണ് ശക്തിയും ആനന്ദവും. ആനന്ദമെന്നാൽ സന്തോഷം. എല്ലാവർക്കും സന്തോഷം നൽകുന്നതും സ്നേഹം തന്നെയാണല്ലേ? ദേഷ്യമുള്ളിടത്ത് സ്നേഹവും സന്തോഷവും ഉണ്ടാകുമോ? ഇല്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതം തന്നെ സ്നേഹമാണ്. സ്നേഹം നിഷേധിക്കുന്നിടത്ത് മരണം സംഭവിക്കുന്നു. മനോഹരമായ ഈ ആശയം, ഈ വരികൾ ഇന്നത്തെ കാലത്ത് വളരെ പ്രസക്തിയുണ്ട്. ഇതിൻ്റെ ആശയം ഉൾക്കൊണ്ട് നമുക്കും പ്രവർത്തിച്ചുകൂടെ? മനോഹരമായ ഈ വരികൾ ആരുടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? കുമാരൻ ആശാന്റെ വരികളാണ്. നിങ്ങൾ ആശാനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആധുനിക കവിത്രയത്തിലെ മഹാകവിയാണ് അദ്ദേഹം. സ്നേഹഗായകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ. ചണ്ടാല ഭിക്ഷുകി എന്ന കൃതിയിൽ നിന്ന് എടുത്ത വരികളാണിത്. കരുണ, ലീല, വീണപൂവ് തുടങ്ങിയ ധാരാളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എല്ലാ കവിതകളുടെയും അന്തർധാര സ്നേഹമെന്ന വികാരമാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ അന്വേഷിച്ചറിയണേ. നോട്ട് ബുക്കിൽ എഴുതുകയും വേണം. മക്കളെ, ഇതുപോലെ സ്നേഹത്തെക്കുറിച്ച് ധാരാളം കവികൾ പാടിയിട്ടുണ്ട്. ധാരാളം മഹത് വ്യക്തികൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സ്നേഹവചനങ്ങളുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഈ വരികൾ കേട്ടിട്ടുണ്ടോ? പ്രശസ്ത കവി വയലാർ രാമവർമ്മയുടെ വരികളാണിത്. ഇതുപോലുള്ള സ്നേഹവചനങ്ങൾ നമുക്കും ശേഖരിച്ച് നോട്ട് ബുക്കിൽ എഴുതിയാലോ? എല്ലാവരും തയ്യാറല്ലേ? അടുത്ത ക്ലാസ്സിൽ ചെയ്തു വരണം കേട്ടോ. നമ്മൾ കഥ കേട്ടു, വായിച്ചു. ഇതിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ, ഏതെങ്കിലും പദങ്ങൾ ഉണ്ടോ? ഏതാണ്? ലാക്കു നോക്കി. കുട്ടൻ തെറ്റാലി എടുത്ത് ലാക്കു നോക്കി. എന്തങ്ങനെ പറഞ്ഞാൽ? ഉന്നം നോക്കി മൈനയെ ലക്ഷ്യം വെച്ചു. അടുത്തതേതെങ്കിലും? കുട്ടൻ ക്ഷുഭിതനായി എന്ന് പറഞ്ഞാൽ എന്താ? ദേഷ്യം വന്നവനായി, കോപിച്ചവനായി. ഇതുപോലുള്ള ധാരാളം പദങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലുണ്ട്. നിങ്ങൾക്ക് പരിചിതമില്ലാത്ത പദങ്ങൾ, അവ കണ്ടെത്തി നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതണം. അവയുടെ അർത്ഥവും കണ്ടെത്താൻ ശ്രമിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തു വരണേ. നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം. മറ്റൊന്നുകൂടി ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമുക്കൊരു പേപ്പറും കത്രികയും കൂടി കരുതണം. എന്തിനാണെന്നറിയുമോ? നമുക്കൊരു പൂവുണ്ടാക്കാനാണ്. എല്ലാവരും കരുതണേ.
അടുത്ത ക്ലാസ്സിൽ പാഠം നന്നായി വായിച്ച് പാഠപുസ്തകത്തിലെ 15-ാമത്തെ പേജിലെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി മിടുക്കരായി വരണം. ഓക്കേ.